ഹലോ എവരി വൺ. നമ്മൾ മെഷീൻ ലേണിംഗ് ലൈഫ് സൈക്കിളാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനകത്ത് രണ്ട് ടൈപ്പ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്ന് ഗ്യാതറിങ് ഡാറ്റ, പിന്നെ ഡാറ്റ പ്രിപ്പറേഷൻ. അപ്പോൾ മറ്റേത് ടൈപ്പ് കൺസെപ്റ്റുകൾ അല്ലെങ്കിൽ ടെക്നിക്കുകൾ എടുക്കുമ്പോഴുള്ള പോലെ തന്നെ മെഷീൻ ലേണിങ്ങിനും ഒരു ലൈഫ് സൈക്കിൾ ഉണ്ട്. അതിനകത്ത് 7 സ്റ്റെപ്പുകളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതാണ് ഈ ഗ്യാതറിങ് ഡാറ്റ, ഡാറ്റ പ്രിപ്പറേഷൻ, ഡാറ്റ വ്രാംഗ്ലിംഗ്, അനലൈസ് ഡാറ്റ, ട്രെയിൻ മോഡൽ, ടെസ്റ്റ് മോഡൽ ആൻഡ് ഡിപ്ലോയ്മെൻറ്റ് എന്നുള്ള ഈ സ്റ്റെപ്പുകൾ വരുന്നത്. ഇതിനകത്ത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഗ്യാതറിങ് ഡാറ്റയും ഡാറ്റ പ്രിപ്പറേഷനുമാണ് ഡിസ്കസ് ചെയ്തത്. ഗ്യാതറിങ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോ ഡാറ്റ കളക്ഷൻ ആയിരുന്നു. നമുക്കറിയില്ല ഏതൊക്കെ ഡാറ്റ സോഴ്സിൽ നിന്നാണ് നമ്മൾ എടുത്തത് എന്നൊന്നും അറിയാതെ പല ഡാറ്റ സോഴ്സിൽ നിന്ന് ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഗ്യാതറിങ് ഡാറ്റയിൽ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നെ വരുന്നത് ഡാറ്റ പ്രിപ്പറേഷൻ ആയിരുന്നു. ഈ പറഞ്ഞ ഈ റോ ഡാറ്റയൊക്കെ സ്യൂട്ടബിൾ പ്ലേസസിൽ ലൊക്കേറ്റ് ചെയ്തിട്ട് അവയെ നമ്മളുടെ മോഡലിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആക്കാനാണ് ഡാറ്റ പ്രിപ്പറേഷൻ എന്നുള്ള സ്റ്റെപ്പ് നമ്മൾ യൂസ് ചെയ്തത്. പിന്നെ വരുന്നത് ഇനി ഡാറ്റ വ്രാംഗ്ലിംഗ് ആണ്. അത് തൊട്ടാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഡാറ്റ വ്രാംഗ്ലിംഗ് എന്ന് പറയുന്നത് ക്ലീനിങ് പ്രോസസ്സാണ്. നമ്മളുടെ ഈ ഒരു ലൈഫ് സൈക്കിളിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഈ ഒരു ഡാറ്റ വ്രാംഗ്ലിംഗ് അല്ലെങ്കിൽ ഈ ഒരു ക്ലീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. നമ്മളുടെ റോ ഡാറ്റയെ യൂസബിൾ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. നമുക്കറിയില്ല നമുക്ക് കിട്ടിയ ഡാറ്റ എത്രത്തോളം നമ്മളുടെ ഈ ഒരു ടാസ്കിന് അല്ലെങ്കിൽ ഈ ഒരു പ്രോബ്ലത്തിന് യൂസ്ഫുൾ ആണെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? അതേപോലെ തന്നെ ഈ ഡാറ്റയൊക്കെ എത്രത്തോളമാണ് ഇതിൻ്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നതെന്നും നമുക്കറിയില്ല. അപ്പോൾ ഈ ഡാറ്റ ക്ലീനിങ്ങിലൂടെ ഈ ക്വാളിറ്റി ഇഷ്യൂസൊക്കെ അഡ്രസ്സ് ചെയ്യാനും നമുക്ക് ഒരുപാട് ടെക്നിക്കുകൾ യൂസ് ചെയ്തിട്ട് അതൊക്കെ സോൾവ് ചെയ്യാനും കഴിയും. ഇതിനകത്ത് നമ്മൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്രത്തോളം നമ്മൾക്ക് യൂസ്ഫുൾ ആണെന്നോ എത്രത്തോളം യൂസ് അല്ല എന്നൊന്നും നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിയില്ല. അപ്പോൾ അത്രത്തോളം നെസസറി അല്ല. കിട്ടുന്ന എല്ലാ ഡാറ്റയും യൂസ്ഫുൾ ആവണം എന്നുള്ളൊരു നെസസിറ്റി അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസിനകത്ത് പല ഇഷ്യൂസും വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ ഡാറ്റ കളക്ഷൻസ് നടത്തി കഴിഞ്ഞാൽ ഒരുപാട് ഇഷ്യൂസ് വരാറുണ്ട്. മിസ്സിങ് വാല്യൂസ് വരാറുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റ, ഇൻവാലിഡ് ഡാറ്റ, നോയ്സ് എന്നൊക്കെ പറഞ്ഞ് പല ഇഷ്യൂസും വരാറുണ്ട്. സോ ഇതൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഡാറ്റ വ്രാംഗ്ലിംഗ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ പല ഫിൽറ്ററിങ് ടെക്നിക്കുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് ഡാറ്റ ക്ലീൻ ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരുപാട് ഇഷ്യൂസ് പറഞ്ഞല്ലോ, മിസ്സിങ് ഡാറ്റ, ഇൻവാലിഡ് ഡാറ്റ, ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനും റിമൂവ് ചെയ്യാനും കഴിയും. അതിലൂടെ നമ്മളുടെ ഔട്ട്കമ്മിൻ്റെ ക്വാളിറ്റി കൂടുതൽ ബെറ്റർ ആക്കാനും എൻഷുർ ചെയ്യാനും കഴിയും. പിന്നെ വരുന്ന സ്റ്റെപ്പാണ് ഡാറ്റ അനാലിസിസ്. ഈ ക്ലീനിങ് പ്രോസസ്സിന് ശേഷം അത് പ്രിപ്പയർഡ് ആയിട്ടുള്ള ഡാറ്റയെ നമ്മൾ അനാലിസിസ് സ്റ്റെപ്പിലേക്ക് കടത്തിവിടും. മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒന്ന് അനലിറ്റിക്കൽ ടെക്നിക്സ് സെലക്ട് ചെയ്യുക എന്നുള്ളത്. അതായത് ഒരുപാട് അനാലിസിസ് ടെക്നിക്കുകൾ ഉണ്ടാകുമ്പോൾ അതിനകത്ത് നിന്ന് ഏതാണ് ഇതിനകത്ത് വേണ്ടതെന്നുള്ള ബെറ്റർ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നെ മോഡൽസ് ബിൽഡ് ചെയ്യുക. പിന്നെ റിസൾട്ട് എത്രത്തോളം അക്യുറേറ്റ് ആണെന്ന് റിവ്യൂ ചെയ്യുക. അത്രയാണ് ഡാറ്റ അനാലിസിസിനകത്ത് നടക്കുന്നത്. ഈ ഡാറ്റ അനാലിസിസിൻ്റെ മെയിൻ സ്റ്റെപ്പ് അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത് ഒരു മെഷീൻ ലേണിംഗ് മോഡൽ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഡാറ്റ അനലൈസ് ചെയ്യാനും ഔട്ട്കം റിവ്യൂ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള അതിലൂടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു മോഡൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരും. ഇവിടെ നമ്മൾ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ദി പ്രോബ്ലം എന്താണ് എന്ന് ഡിറ്റർമിൻ ചെയ്യണം. എന്നിട്ട് ഏത് മെഷീൻ ലേണിംഗ് ടെക്നിക്കാണ് നമുക്കിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കണം. അതായത് ക്ലാസിഫിക്കേഷൻ, റിഗ്രഷൻ, ക്ലസ്റ്റർ അനാലിസിസ് എന്നൊക്കെ പറഞ്ഞാൽ പല ടൈപ്പുകളുണ്ട്. അതിലേതാ അസോസിയേഷൻ എക്സെട്ര. സോ അതിനകത്ത് ഏതാ വേണ്ടത് വെച്ചാൽ ആ ഒരു ടെക്നിക്കൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മൾ മോഡൽ പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് മോഡൽ ഇവാലുവേറ്റ് ചെയ്യും. അത്രയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ ഇത് യൂസ് ചെയ്തുകൊണ്ട് ഹിയർ വി ടേക്ക് ദ ഡാറ്റ ആൻഡ് യൂസ് മെഷീൻ ലേണിംഗ് അൽഗോരിതം ടു ബിൽഡ് ദ മോഡൽ. ഡാറ്റ എടുത്തിട്ട് മെഷീൻ ലേണിംഗ് അൽഗോരിതം യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മോഡൽ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ മോഡൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് എന്താണ്, ആ മോഡലിനെ ട്രെയിൻ ചെയ്തെടുക്കാം. എങ്ങനെയാണ് ഒരു മോഡലിനെ ട്രെയിൻ ചെയ്തെടുക്കുക? അതിലേക്ക് ഡാറ്റ പാസ് ചെയ്ത് കൂടുതൽ അതിൻ്റെ പെർഫോമൻസ് ബെസ്റ്റാക്കി അതിൻ്റെ റിസൾട്ട് അക്യുറേറ്റ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഈ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ട്രെയിൻ ദ മോഡലാണ്. നമുക്ക് പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യാനും ബെറ്റർ ഔട്ട്കം ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മോഡലിനെ ട്രെയിൻ ചെയ്ത് എടുക്കുന്നത്.
ഇവിടെ നമ്മൾ ഡാറ്റ സെറ്റ് എടുക്കും, എന്നിട്ട് മോഡലിലേക്ക് മെഷീൻ ലേണിംഗ് അൽഗോരിതം യൂസ് ചെയ്ത് കണ്ട് പാസ് ചെയ്ത് കൊടുക്കും. എന്നിട്ട് ആ മോഡലിനെ ഇങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കും. വേരിയസ് പാറ്റേൺസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ, റൂൾസ് ഫീച്ചേഴ്സൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ലേണിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു ട്രെയിനിങ് പ്രോസസ്സ് ചെയ്യുന്നത്. ഇങ്ങനെ ട്രെയിൻ ചെയ്തെടുത്ത ആ മോഡൽ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അനാലിസിസ് പ്രോസസ്സ് കഴിയുമ്പോഴേക്ക് മോഡൽ ബിൽഡ് ചെയ്തെടുത്തു. അതിനുശേഷം കുറേ ഡാറ്റകൾ പാസ് ചെയ്ത് നമ്മൾ ആ മോഡലിനെ എന്ത് ചെയ്തെടുത്തു, ട്രെയിൻ ചെയ്തും എടുത്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ടെസ്റ്റിംഗ് ആണ്. നമുക്കറിയാം നമ്മൾ ഏത് പ്രോഗ്രാം ചെയ്യുമ്പോഴും നമ്മൾ ലാസ്റ്റ് ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ടേ നമ്മൾ ഡിപ്ലോയ്മെൻറ്റ് ചെയ്യാറുള്ളൂ. സോ ഇവിടെ ഇനി നടക്കാൻ പോകുന്നത് ടെസ്റ്റിംഗ് ആണ്. ഈ ട്രെയിൻ ചെയ്തെടുത്തിട്ടുള്ള മെഷീൻ ലേണിംഗ് മോഡലിനെ നമുക്ക് എന്ത് ചെയ്യണം, ഇനി ടെസ്റ്റ് ചെയ്തെടുക്കാം. അതായത് ഈ ഒരു മോഡൽ എത്രത്തോളം അക്യുറേറ്റ് ആണ് എന്ന് ടെസ്റ്റ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. ടെസ്റ്റിംഗ് ദ മോഡൽ ഡിറ്റർമിൻ ദ പെർസെൻറ്റേജ് അക്യുറസി ഓഫ് ദ മോഡൽ ആസ് പെർ റിക്വയർമെൻറ്റ് ഓഫ് ദ പ്രൊജക്റ്റ് ഓർ പ്രോബ്ലം. അതായത് ഏത് പ്രൊജക്റ്റ് എടുത്തു കഴിഞ്ഞാലും ഏത് പ്രോബ്ലം എടുത്തു കഴിഞ്ഞാലും അതിനൊരു റിക്വയർമെൻറ്റ് ഉണ്ടായിരിക്കും. ഇത്ര പെർസെൻറ്റേജ് ഓഫ് അക്യുറസി വേണം, ഇത്ര പെർസെൻറ്റേജ് ഓഫ് സക്സസ് ആയിരിക്കണം എന്നൊക്കെ ഉള്ളത്. സോ അതിനനുസരിച്ച് ഈ ഒരു മോഡൽ സക്സസ്ഫുൾ ആണോ എന്നുള്ളതാണ് ഇവിടെ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് വരുന്ന സ്റ്റെപ്പാണ് ഡിപ്ലോയ്മെൻറ്റ്. അതായത് ഈ മോഡലിനെ റിയൽ വേൾഡ് സിസ്റ്റത്തിലേക്ക് ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മെഷീൻ ലേണിംഗ് ലൈഫ് സൈക്കിളിനകത്തുള്ള ലാസ്റ്റ് സ്റ്റെപ്പാണ് ഡിപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ബിൽഡ് ചെയ്തിട്ടുള്ള ഈ ഒരു മോഡലിന് അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ആ റിക്വയർമെൻറ്റിനനുസരിച്ച്, അതായത് നമ്മൾ പറഞ്ഞു ഓരോരുത്തരും ഓരോ റിക്വയർമെൻറ്റ്സാണ് കൊടുക്കുക. അവർ പറഞ്ഞ, അതായത് ഇപ്പോൾ നമ്മുടെ കസ്റ്റമർ പറഞ്ഞ റിക്വയർമെൻറ്റ്സിനനുസരിച്ച് അക്സെപ്റ്റബിൾ സ്പീഡിൽ നമുക്ക് അക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമ്മളുടെ മോഡലിനെ റിയൽ വേൾഡ് സിസ്റ്റത്തിലേക്ക് ഡിപ്ലോയ് ചെയ്യാൻ കഴിയും. പക്ഷേ ഇങ്ങനെ ഡിപ്ലോയ് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, നമ്മൾ ഇത് മാക്സിമം ഇത് ചെക്ക് ചെയ്ത് കൊണ്ടുവരണം, ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം. പെർഫോമൻസ് അവൈലബിൾ ഡാറ്റയ്ക്ക് അനുസരിച്ച് ഇമ്പ്രൂവ്ഡ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ എല്ലാ രീതിയിലുള്ള ടെസ്റ്റിങ്ങും കാര്യങ്ങളും ട്രെയിനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഡിപ്ലോയ്മെൻറ്റിലേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. എന്നാലേ നമ്മളുടെ പ്രൊജക്റ്റ് സക്സസ് ആവുള്ളൂ. ഈ ഡിപ്ലോയ്മെൻറ്റ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊജക്റ്റിൻ്റെ ഫൈനൽ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ അതിന് തുല്യമാണ്. സോ എൻഡ് ഓഫ് ദി സെക്ഷനാണ് ഡിപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മളുടെ മെഷീൻ ലേണിംഗ് ലൈഫ് സൈക്കിളിനകത്തുള്ള ഫേസസ് അല്ലെങ്കിൽ സ്റ്റെപ്പുകൾ എന്ന് പറയാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് എന്തായിരുന്നു, നമ്മൾ ഡാറ്റ ഗ്യാദർ ചെയ്തു, അതായത് കളക്ട് ചെയ്തു. റോ ഡാറ്റയാണ്, അപ്പോൾ നമുക്ക് അറിയില്ല ഏതൊക്കെയാണ് അതിൻ്റെ സ്യൂട്ടബിൾ പ്ലേസസ് എന്നൊക്കെ. പിന്നെ ഡാറ്റ പ്രിപ്പറേഷനിലൂടെ നമ്മൾ അതിൻ്റെ ഫോർമാറ്റും ക്യാരക്ടറിസ്റ്റിക്സൊക്കെ മനസ്സിലാക്കി. പിന്നെ ഡാറ്റ വ്രാംഗ്ലിങ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനെ ക്ലീൻ ചെയ്തെടുത്തു. അതായത് എത്രത്തോളമാണ് ഇതിൻ്റെ ക്വാളിറ്റി ഇഷ്യൂസ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അഡ്രസ്സ് ചെയ്ത് അത് സോൾവ് ചെയ്യണം. പിന്നെ അനാലിസിസ് ടാസ്കിലേക്ക് വിട്ടു. അത് അനലൈസ് ചെയ്തിട്ട് നമ്മൾ ബെറ്റർ ആയിട്ടുള്ളൊരു മോഡലിനെ ബിൽഡ് ചെയ്തെടുത്തു. പിന്നീട് വന്ന സ്റ്റെപ്പ് അതിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അതായത് നമ്മൾ ഈ പറഞ്ഞ ക്വാളിറ്റീസൊക്കെ വെച്ചിട്ട് ഒരു മോഡൽ ബിൽഡ് ചെയ്യുമ്പോൾ അതിന് ശേഷം അത് എത്രത്തോളം അക്യുറേറ്റ് ആയിട്ട് പെർഫോം ചെയ്യണം എന്നുള്ളതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരണം. ട്രെയിനിങ്ങിന് ശേഷം വന്ന ആ പ്രൊഡക്റ്റിനെ നമ്മൾ പിന്നെ ടെസ്റ്റ് ചെയ്യണം. നമുക്കറിയാം ഏത് പ്രൊജക്റ്റിൻ്റെയും എൻഡിൽ ടെസ്റ്റിംഗ് പ്രോസസ്സ് ഉണ്ട്. ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അക്യുറേറ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ റിയൽ വേൾഡ് സിസ്റ്റത്തിലേക്ക് അതിനെ അങ്ങ് ഡിപ്ലോയ് ചെയ്ത് കൊടുക്കുക. ഇത്രയാണ് മെഷീൻ ലേണിംഗ് ലൈഫ് സൈക്കിളിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ കൺസെപ്റ്റുകളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.